ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്, വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് 3 മിക്സിയുടെ ജാറിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയെ, ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ ഇതാണ് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 ആണി ശർക്കരയാണ് കേട്ടോ. അത് അലിയാൻ വേണ്ടി വെക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം ചേർക്കരുത്. നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ കിട്ടണം. അപ്പോൾ ഇത് ശർക്കര നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ കച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് അരിക്കുന്നില്ല. പിന്നെ അതിലേക്ക് 1 കപ്പ് നിറയെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ തേങ്ങ നല്ല പോലെ ഒന്ന് കുക്കാവണം. നമ്മുടെ ബെണ്ടിയൊക്കെ തയ്യാറാക്കുന്നില്ലേ, അതേപോലെ നല്ല പോലെ വിളയിച്ചെടുക്കണം കേട്ടോ. തേങ്ങ അപ്പേ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. തേങ്ങ ഇട്ടപാട് തന്നെ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യരുത്, കുറേ സമയം വെക്കണം. അപ്പം നല്ല ടേസ്റ്റ്. ഇനി ആ പഴത്തിൻ്റെ മിക്സിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കുറച്ചായിട്ട് ചേർത്ത് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അരിപ്പൊടിയുടെ അളവിൽ മാറ്റം വന്നേക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ വെച്ചിട്ട് പരത്താൻ കഴിയണം, ആ വിധത്തിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. പിന്നെ അതിലേക്ക് മസാലയിലേക്ക് 3 ടേബിൾ സ്പൂണ് അവിലും ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് അവിലൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, നമ്മൾ ബെണ്ടിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ബോൾസാക്കി എടുക്കാം കേട്ടോ. ഉരുട്ടിയിട്ട് അത് ചൂടോടുകൂടി തന്നെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കൈ പൊള്ളുന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലൊന്ന് കൈ ഒന്ന് മുക്കുക, എന്നിട്ട് ബോൾസാക്കി എടുക്കുക. വീണ്ടും പച്ചവെള്ളത്തിലൊന്ന് മുക്കുക, പിന്നെ ബോൾസാക്കി എടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടാറിയത്തില്ല. അപ്പോൾ ചൂടാറാൻ വേണ്ടി വെക്കരുത് കേട്ടോ, അത് ഹാർഡായി പോകും. നമ്മൾ വെള്ളം കുറച്ച് ചേർത്തിട്ടല്ല ആക്കിയെടുത്തത്, അലിയിച്ചെടുത്തത്. അപ്പോൾ കുറച്ച് കട്ടിക്കാണിട്ട് ഉണ്ടാവാൻ, ബെണ്ടിയെ പോലെ ഉണ്ടാവാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് മാത്രം കഴിക്കാൻ തന്നെ. ഇനി മാവ് എടുക്കുക, ഒരു ബോൾസാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാടങ്ങ് തിക്കുവാണ്ട് ഒരുപാടങ്ങ് തിന്നുവാണ്ട, ഈ ഒരു വലുപ്പത്തിൽ ആക്കിയാൽ മതി. എന്നിട്ട് ആ ബോൾസ് വെച്ചിട്ട്, തേങ്ങയുടെ ബോൾസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ബോൾസാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഓരോന്നോരോന്ന് ചെയ്തെടുക്കാം. ഈ മാവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാൻ പഴം നല്ല മധുരം ഉള്ളത് കൊണ്ട് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അരിപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം, പച്ച ടേസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബോൾസ് ആയതുകൊണ്ട് തന്നെ എല്ലാ വശത്തും ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. പരന്ന ടൈപ്പാണെങ്കിൽ നമുക്ക് 2 ഭാഗം അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി, മറിച്ചിട്ട് കൊടുത്തിട്ട്. ഇതാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊണ്ടേ ഇരിക്കണം കേട്ടോ. എല്ലാ സൈഡും ആക്കി കൊടുക്കണം, അപ്പോഴാണ് എല്ലാ ഭാഗവും ആവാൻ. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം, ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉൾഭാഗം നല്ലൊരു ബെണ്ടിയ പോലെ നല്ലൊരു ഉറപ്പും പുറം ഭാഗം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചു തരാം കട്ട് ചെയ്തിട്ട്. നല്ല ടേസ്റ്റാണ്, ബെണ്ടിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഉൾഭാഗം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് കമൻസിലോട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. Assalamualaikum. Thank you for watching.